ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപദേശം ആയിട്ടാണ്. അതെല്ലാവർക്കും ഒന്നും ബാധകമല്ല. ഇപ്പം അങ്ങോട്ട് +2 ആയ പിള്ളേരല്ലേ, അവർക്കും അതുപോലെ വരും വർഷങ്ങളിൽ +2 പഠിക്കാൻ പോകുന്നവർക്കും ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്തവർ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷേ കണ്ടാൽ എനിക്ക് വാച്ച് ടൈം കിട്ടും. അതുകൊണ്ട് ദയവായി തുടർന്നും കാണുക. +1ഉം +2ഉം പഠിച്ച എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ +1ൻ്റെ റിസൾട്ട് വന്നു. കുറച്ച് പേർക്ക് നല്ല മാർക്ക് കിട്ടി കാണും. ചിലർക്ക് അത്ര നല്ലൊരു മാർക്ക് കിട്ടി കാണില്ല. ഉദ്ദേശിച്ച ലെവലിൽ മാർക്ക് കിട്ടി കാണില്ല. നല്ല മാർക്ക് കിട്ടിയവരോട്, ടോപ്പേഴ്സിനോട് യു കണ്ടിന്യൂ അങ്ങനെ തന്നെ പഠിച്ചോ. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ വീഡിയോ ഏറ്റവും യൂസ് ആകാൻ പോകുന്നത് ബിലോ ആവറേജ്, എബോവ് ആവറേജ്, ആവറേജ് ഈ കാറ്റഗറിയൊക്കെ പെടുന്ന ആൾക്കാർക്കായിരിക്കും. +1ലെ മാർക്ക് കുറഞ്ഞവരോട് അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലെവലിൽ മാർക്ക് കിട്ടാത്തവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യവുമില്ല. കാരണം മിക്ക എൻട്രൻസിൻ്റെ എക്സാമിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ നോക്കുന്നത് +2ൻ്റെ മാർക്കാണ്. +2ലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിൻ്റെയൊക്കെ അഗ്രിഗേറ്റാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഒരു എബോവ് ഒരു 60% എബോവ് അല്ലെങ്കിൽ 70% എബോവ് അത്രയും നോക്കൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ +1 മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വളരെ മൈന്യൂട്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ ടോട്ടൽ മാർക്ക് +1ഉം +2ഉം കൂടി ചേർത്തുള്ള മാർക്ക് നോക്കുക. അത് വിട്ടേക്ക്. +1ലും +2ലും നോക്കുന്ന സമയത്ത് +2ലോട്ട് വരുമ്പോൾ ഏറ്റവും പഠിക്കാൻ പാടുള്ള സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ കുറേ പേർക്ക് ഞാൻ കേട്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഫിസിക്സും മാത്സ് എങ്ങനെയൊക്കെ പഠിക്കാം, ഓക്കെ, പക്ഷേ കെമിസ്ട്രി പോരാ. കെമിസ്ട്രി അങ്ങോട്ടൊരു പലർക്കും തീരെ ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണ്. ഇപ്പോൾ കെമിസ്ട്രി നിങ്ങൾ +1 നോക്കുമ്പോഴത്തേക്ക് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഉണ്ട്. പക്ഷേ ഒന്നുമല്ല ഒന്നും. നിങ്ങൾ +2ലോട്ട് വന്നാൽ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, ആൽക്കീൻസ്, ഹാലോ അരീൻസ്, അമീൻസ്, പിന്നെ ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് 4 ഭാഗത്തു നിന്ന് വളഞ്ഞിട്ടടിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ തുടങ്ങിയ ഉദ്ദേശം കൊണ്ട് വരണ്ട. നല്ല ടഫാണ് +1 വെച്ച് നോക്കുമ്പോൾ. അതുപോലെ മാത്സിലേക്ക് വരുന്ന സമയത്ത് ഡിഫറൻസിയേഷൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് ചേർക്കാൻ നല്ല പാടായിരിക്കും. നിങ്ങളിപ്പോൾ ആ സംഭവം വിടാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പെടും. അതുകൊണ്ട് അത് വിടരുത്, എങ്ങനെയൊക്കെ പഠിക്കുക. അതുപോലെയാണ് ഫിസിക്സിൽ നമ്മളിങ്ങനെ +1 നോക്കുന്ന സമയത്ത് പ്രൊജക്ടൈൽ മോഷൻ അത് ഇതൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് ഒരു ലോജിക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ സംഭവിക്കും നമുക്ക് തോന്നും. +2ലോട്ട് വരുമ്പോൾ ഇലക്ട്രിസിറ്റി ഒരു ഭാഗത്ത്, മാഗ്നറ്റിസം ഒരു ഭാഗത്ത്, ഇതൊന്നും ആലോചിക്കാൻ പറ്റില്ല. അതങ്ങ് പഠിക്കാനേ വരും. ഇത് നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു സ്ഥലത്ത് ഒന്ന് പറയുകയാണെങ്കിൽ മറ്റേ സ്ഥലത്ത് വേറൊന്നാണ് പറയുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫിസിക്സും മാത്സും വിടാതെ പഠിക്കുക. അതുപോലെ കുറച്ചെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞ കാര്യമായിരിക്കും. നിങ്ങൾക്ക് NSS, NCC, സ്കൗട്ട്, ഗൈഡ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം എവിടെ ആയിക്കോളുന്നു. പക്ഷേ നിങ്ങൾ +1 ഇതിനൊന്നും ചേർന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, കണ്ണും പൂട്ടി കലോത്സവത്തിന് പോയിക്കൂടുക. അതിപ്പോൾ എന്തെങ്കിലും ആയിട്ടാവട്ടെ, നിങ്ങൾക്കൊരു വാഴക്കേ അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയി ചെയ്യുക. കാരണം അതിൽ നിന്നൊരു 20-30 മാർക്ക് കിട്ടിയാൽ അതെങ്കിലും ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഐറ്റം പറ്റില്ലെന്നുണ്ടെങ്കിൽ വേണ്ട, സംഘമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണുമല്ലോ. അതിനിപ്പോൾ ഓൾറെഡി ബുദ്ധിയുള്ള കുറേ പേര് കയറും. പക്ഷേ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ നിങ്ങൾ വിടാൻ പാടില്ല. കയറിക്കോണം, ഇല്ലെങ്കിൽ റിസ്ക് കൂടും.